ദീപം ദീപം നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ ഈ നരകത്തിൽ നിന്നെ കരകേറ്റിയിടണം തിരുവയ്ക്കം വാഴും ശിവശംഭോ. എന്തൊക്കെ അമ്മ കാണുന്നത്? ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായോ? അയാളുടെ വീടാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. ഈ നരകത്തിൽ ഞങ്ങളുടെ വീട്ടിൽ വിളക്കെത്തിക്കാനും പ്രാർത്ഥിക്കാനും ഞങ്ങളുണ്ട്. വാഴും. പ്ലീസ്, സന്ധ്യാനാമം ചൊല്ലുമ്പോ ബഹളം ഉണ്ടാക്കരുത്. ദൈവം ശിക്ഷിക്കും. തന്നെക്കാളും വലിയൊരു ശിക്ഷ ഇനി വേറെ ഇല്ലല്ലോ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ ഈ നരകത്തിൽ നിന്നെ നാമം ചെല്ലുമ്പോ ശല്യം ചെയ്ത ദൈവം കോപിക്കും. അമ്മ ഉണ്ടായിരിക്കും. നീ ഞാൻ പറയുന്നൊന്ന് കേൾക്കുമോളെ. അതിന് നാമം ചൊല്ലിക്കഴിഞ്ഞ് നമുക്ക് സ്വൈര്യമായിട്ട് സംസാരിക്കാമല്ലോ. ഇങ്ങോട്ട് വന്നേ. ശംഭോ മഹാദേവ. ശിവശംഭോ ശംഭോ ശിവശംഭോ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ. പ്രായത്തിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ താമരമുട്ടായിരുന്നു നീ. നല്ല തടി മുടിഞ്ഞ തീറ്റയായിരിക്കും. നോക്കല്ലേ, ഞാനങ്ങ് ദഹിച്ചു പോകും. ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ഹൗസ് ഓണർക്ക് കുറച്ച് വെള്ളം എടുത്തോണ്ട് വാടേ. ഹൗസ് ഓണറിന്റെ മൂത്തൊഴി പോടല്ല. എന്റെ കള്ള ചേർക്കാൻ ഞാൻ ഈ പിശാചിനെ തല്ലിയൊന്നുമില്ല. കാണിച്ചു തരാം എനിക്ക്. മോർണിംഗ് വാ. നേരം പോയി. എന്റെ ബാഗ് എന്താ? എന്താണ്ട് നിങ്ങൾ അങ്ങോട്ട് പോവണ്ട. പോണ്ടാച്ചാല് എന്താ ഉമ്മറേ ഇങ്ങോട്ട് വരുന്നേ? ആ വീട്ടുറക്കത്തിന് പിരാന്താക്കുന്നുണ്ട്. കുറിച്ച് കെട്ടാണ് നമുക്ക്. ഞാൻ ഈ കുട്ടികളെ സ്കൂളിൽ വിട്ടേക്ക് വരാം. പറ. ആഹാ, ഞമ്മക്കൊരു മനസാക്ഷി ഉണ്ടല്ലോ. അത് എങ്ങോട്ട് വരാൻ എനിക്ക് ചിലക്കാണ്ട് പോവാറുണ്ട്. സമയത്താ വിളിക്കണേ. ആ ആരെ വരീന് ഇങ്ങോട്ട് വരിക. അല്ല, നമ്മൾ അയലക്കാരും മഹാചെത്തുകളാണ്. ഒരു തെണ്ടി കെട്ടി തിരിഞ്ഞൊക്കെ കുതുകളൊക്കെ ഉണ്ടായിട്ട് ഈ ചെറ്റ പണിക്ക് നടത്തിട്ട് ബാക്കി കാര്യം. ചേർച്ചയായിട്ട് എനിക്ക് പുത്തരി നിലങ്ങളെ എടാ പണിക്കണേ. എടാ നാറി പണിക്കണേ. ഡൈലന്റെ വാതിൽ ഓർക്കണ കുത്തി കൊല്ലം മാലാക്കി കൗത്തിലിടും. ഇങ്ങനെ അങ്ങോട്ട് പോയത് ഇവനെ ഞാൻ കൊല്ലും. ഇവനെ കൊല്ലാൻ ഞാൻ പോവില്ല. എനിക്ക് ചോര വേണം. പണിക്ക ചോര വേണം. ഉനക്ക് ചോരാടാ. ഉനക്ക് പണിക്ക ചോരാടാ. നിങ്ങൾ കുടുംബമായിട്ട് കഴിഞ്ഞോട്ട് ഞാൻ വന്നു വല്ല അതിക്രമം കാണിച്ചാൽ അതിന്റെ മോശം ഇങ്ങൾക്ക് തന്നെയല്ലേ. ഞാനത് എന്താ ഒന്നുമില്ല. എടുക്കാം. എന്തായി? എന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മളെന്തിന് വേണ്ടാത്തതിൽ തലയിടാൻ പോകുന്നതെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ ഒരു ബഹളം? ആഹാ, ഒളിച്ചിക്കണില്ലേ? അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചവടക്കാരനല്ല. ഇറ്റ്സ് വെരി നൈസ് ഫെലോ. അയാളോട് അയാളെ വീട്ടിൽ താമസിക്കേണ്ടെന്ന് ഞമ്മക്ക് പറയാൻ പറ്റുമോ? എന്തിനൊരു ന്യായം വേണ്ടേ? അല്ലെങ്കിലും ഈ പെണ്ണിന് ഈയിടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ? ആ
അഹങ്കാരോ ആ ഉണ്ടോ ഉണ്ട്. ഇവാ